ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ചട്ടി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ഒരു മുരിങ്ങക്കായ, അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ. നല്ല ചെറുതൊക്കെ ആണെങ്കിൽ ഒന്നരയൊക്കെ വേണമെങ്കിൽ എടുക്കാം. അതുകൂടി കട്ട് ചെയ്ത് കുറച്ച് നീളത്തിലാണ് കേട്ടോ മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് അതൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് ചെറിയ പീസാക്കരുത് മത്തങ്ങയും കുമ്പളങ്ങയും, കുറച്ച് വലിയ പീസായിട്ട് ഞാൻ ഈ കാണിച്ച പോലെ കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് വെന്ത് വരട്ടെ. വെന്തുടയരുത്, എന്നാൽ നന്നായി വേവുകയും വേണം. ആ ഒരു പരുവം കേട്ടോ. ഞാൻ ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളകേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. രണ്ടും സെയിം അളവിലെടുക്കാം, മത്തങ്ങയും കുമ്പളങ്ങയും. അപ്പോൾ അതൊന്നായി വരട്ടെ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മത്തങ്ങ വെച്ചും കുമ്പളങ്ങ വെച്ചുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു വേറൊരു പാൻ വയ്ക്കാം. ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടാകുമ്പോഴേക്കും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചരിയാണ് കേട്ടോ. ഒരു ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കാം പച്ചരി. അതിനകത്തേക്ക് ഒരു നുള്ള് ഉലുവയുടെ അളവൊന്നും ഒരുപാട് കൂടരുത്. എന്നിട്ടൊരു 3-4 വറ്റൽമുളക്, ചെറുതായതുകൊണ്ട് ഞാനൊരു 4-5 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഓൾറെഡി നമ്മളൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 1-2 പീസാക്കി കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തത്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഉലുവയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരു കൈപ്രാസം വരും, അതുകൊണ്ട് ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തെടുക്കട്ടെ. ആ അരിയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന പരുവം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഫ്ലെയിം കുറച്ച് വെച്ചുള്ളൂ. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി നല്ല ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ പീസസാക്കി കട്ട് ചെയ്ത് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തതാണ് കേട്ടോ. ചിരകിയ തേങ്ങയല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ആ തേങ്ങയിലേക്ക് ഒരു പിടി തേങ്ങ, അതിനകത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ തികച്ചെടുക്കേണ്ട ചെറിയ ജീരകം അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇൻ കേസ് എരിവ് നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണ്ടുന്നവർക്ക് ഒരു പച്ചമുളക് കൂടെ ഒക്കെ ഇട്ട് വേണമെങ്കിൽ അരച്ചെടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം എന്താ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു പരുവമായിരിക്കണം. മുഴുങ്ങിക്കൊന്നും അങ്ങ് ഉടഞ്ഞ് കലങ്ങുന്ന പരുവം ആവരുത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം എന്താ അത് അരച്ച കൂട്ട് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം, അതായത് നമുക്ക് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കുറവാണെങ്കിൽ 1 ഗ്ലാസ് വരെയൊക്കെ വെള്ളം എടുക്കാം. ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിനനുസരിച്ച് മാത്രം നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടരുത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ മത്തങ്ങ വേവിക്കുമ്പം വെള്ളം കൂടുതലായിട്ടുണ്ട്, നിങ്ങൾ വെന്ത് വരുമ്പം വെള്ളം കൂടുതൽ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായിട്ട് തോന്നി. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ. ഇത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയുടെ അളവങ്ങ് ഒരുപാട് കൂടണ്ട, ഒരു ചെറിയ കഷ്ണം മതിയാവും കേട്ടോ. ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇതൊന്ന് തിള വരട്ടെ. നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചാൽ മാത്രമാണ് ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ചക്കുത്ത് റോ ടേസ്റ്റ് ഒന്നും മാറുക കേട്ടോ. ഒരു ചെറിയ കഷ്ണം ശർക്കര, അപ്പോൾ പൊടിച്ചിട്ടൊക്കെയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു പീസ് നന്നായിട്ട് അലിഞ്ഞ് വരും. നല്ലപോലെ തിളയ്ക്കണം. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മോര് ചേർത്ത് കൊടുക്കാം. ഒരു 250 ml കപ്പിന് 1 കപ്പ് തൈര് നന്നായിട്ട് പൾസ് മോഡിൽ കറക്കി എടുത്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് മോര് പോലെ ലൂസാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടരുത്. കാരണം നമ്മൾ തൈര് കൂടി ചേർക്കുമ്പോൾ അല്ലെങ്കിൽ മോര് കൂടി ചേർക്കുമ്പോഴത്തേക്കും ഇത് ഒരുപാട് അങ്ങ് ലൂസായി പോകും. അപ്പോൾ നല്ല കട്ട തൈരൊക്കെയാണ് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മോരായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മൾ മോര് കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ലൂസായി പോകും. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് ആദ്യം ശരിക്കൊന്ന് ബാലൻസ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ തൈര് ചേർത്ത് കൊടുത്തു. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് മിക്സിയുടെ ജാറിൽ അടിച്ചൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്.
അപ്പം ഇത് ഞാൻ ചൂടുവെള്ളത്താണ് കേട്ടോ. ജസ്റ്റ് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരിത്തിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിക്കേണ്ട, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തൈര് ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഓഫ് ചെയ്താലും മതി കേട്ടോ. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും തൈര് ചേർത്ത് കൊടുക്കരുത്, പിരിയും. അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. തൈര് ചേർത്ത് കൊടുത്ത് നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങളൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി ഒന്ന് തിക്കാവും. കണ്ടോ, മത്തങ്ങയും കുമ്പളങ്ങയും നമ്മുടെ അതുപോലെ തന്നെ മുരിങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഈ ഒരു രീതിയിലിരിക്കണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ്. ആ തൈരും ശർക്കരയും വറ്റൽമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 നുള്ള് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടിയുടെ അളവൊന്നും ഒരുപാട് കൂടരുത്, 2 നുള്ള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, ഓഫ് ചെയ്തിരിക്കുകയാണ്. അത് ഓഫ് ചെയ്തതിന് ശേഷം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തൈരൊക്കെ ചേർക്കുമ്പോൾ ഉപ്പൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 2-3 വറ്റൽമുളക് കൂടി നമുക്ക് ഇടാം. ആവശ്യത്തിന് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇട്ടത് കൊണ്ടാണ് ഇതിൽ ഇടാത്തത്. ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ടൈമിൽ കുറച്ച് കറിവേപ്പില കൂടി ഇടാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ആയിരിക്കുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞിട്ട് ഒരു കയ്പ്പ് രസം വരും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ചൂടിൽ, എണ്ണയ്ക്കൊരു ചൂടുണ്ടാവുമല്ലോ, ആ എണ്ണയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൽ തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാലും ഒരുപാട് മൂത്ത് പോവും. ക്യുക്കായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല കുറച്ച് ആ ഒരു മുളക് പൊടി ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത് കേട്ടോ. എരിവ് ഓൾറെഡി കൂടിപ്പോവും, കാരണം നമ്മൾ പച്ചമുളകും വറ്റൽമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എണ്ണയിൽ മൂപ്പിച്ച് ഇത്തിരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കൊരു ഹൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ടല്ലോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇപ്പം നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റൂ. തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.